നമസ്കാരം. കോഫി വിത്ത് കാൻഡിഡേറ്റിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തോന്നൂർക്കര കൃഷ്ണേട്ടന്റെ വീട്ടിലാണ്. അദ്ദേഹം UDFന്റെ 19ാം വാർഡ് സ്ഥാനാർത്ഥി കൂടിയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പ്രവർത്തനങ്ങളുടെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയ ഒരു സമയമായിരിക്കും അല്ലേ? ആദ്യ റൗണ്ട് കഴിഞ്ഞു, രണ്ടാം റൗണ്ട് അത് കഴിഞ്ഞ് അടുത്ത 11ാം തീയതി ആകുമ്പോഴേക്കും നമ്മള് ഇലക്ഷനെ നേരിടുന്നു. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു? എന്നെ സംബന്ധിച്ച് ഈ വാർഡ് എന്റെ സ്വന്തം വാർഡാണ്. ഇവിടെ എനിക്ക് കുറച്ച് ഒരു ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ഒരു നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിക്കാൻ കഴിയും. ഞാനിവിടെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ എൻ്റെ സ്ഥലമാണ്. ഞാനിവിടെ നിന്ന് മുമ്പ് മെമ്പറായിട്ടാണ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി 5 കൊല്ലം. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, പിന്നെ 5 വർഷം പ്രസിഡന്റായി. അതിനുശേഷം ബ്ലോക്കില് അതിനുശേഷം പിന്നെ വീണ്ടും പഞ്ചായത്ത് മെമ്പറായി. പക്ഷെ അതപ്പോ DICക്ക് വന്ന കാലഘട്ടം, അതുകൊണ്ട് പഞ്ചായത്തിൽ ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ 5 കൊല്ലം അങ്ങനെ 3 ടേം തുടർച്ചയായിട്ട് ഇവിടുന്ന് തന്നെ മെമ്പറായിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസം എന്തായാലും തീർച്ചയായിട്ടും സമ്മതിദായകര് അത് ഞാൻ ജനങ്ങൾ ഇവിടുത്തെ ആളുകളുടെ സാധാരണക്കാരുടെ ആളുകളെ ഏത് വിഷയത്തിലും ഇടപെട്ട് എൻ്റെ ഒരു കുടുംബം എന്ന രീതിയിൽ ഇവിടെയുള്ള ആളുകളുമായിട്ട് അതിനെ നിരന്തരമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. എന്തായാലും കേരളത്തിലെ ഈ ഒരു ഇലക്ഷൻ ചൂടിനിടയ്ക്ക് നല്ല മഴയുണ്ട്. നമുക്ക് അകത്ത് കയറിയിട്ട് സംസാരിക്കാം. താങ്കൾ ഒരു 19ാം വാർഡിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണെങ്കിലും UDFനെ സംബന്ധിച്ചോളം, ഈ ഒരു ചേലക്കരയെ സംബന്ധിച്ചോളം ജനാധിപത്യ മുന്നണിയുടെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവാണ്. പ്രത്യേകിച്ച് ഇന്ന് കാർഷിക വികസന ബാങ്കിന്റെ ഒരു പ്രസിഡന്റ് കൂടിയാണ്. ഒപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ DCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഈ അവസരത്തിൽ UDFന് വലിയൊരു ചുമതല ഒരു പക്ഷെ താങ്കളുടെ എന്താ പറയേണ്ട താങ്കളിലൂടെ ഇവിടെ പ്രാവർത്തികമാക്കാൻ തന്നിട്ടുണ്ടാവും. ഈ ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ UDF മൊത്തമായിട്ട് ജനങ്ങൾ നൽകുന്ന ഒരു പ്രകടന പത്രിക അല്ലെങ്കിൽ എന്ത് വികസന കാഴ്ചപ്പാടാണ് ഇപ്പൊ ചേലക്കരെ സംബന്ധിച്ചോളം? നമ്മൾ മൊത്തമായിട്ടുള്ളത് നമ്മൾ പിന്നീട് പറയാം. നമുക്ക് ചേലക്കരെ സംബന്ധിച്ചോളം എന്ത് വികസന കാഴ്ചപ്പാടാണ് കൃഷ്ണേട്ടന് ഇപ്പൊ ഈ ജനങ്ങൾക്ക് നൽകാനുള്ളത്? ചേലക്കരയെ സംബന്ധിച്ച് ഇവിടെ ഒരു കാർഷിക മേഖല പ്രദേശമാണ്, പ്രത്യേകിച്ച് ഒരു മലയോര പഞ്ചായത്ത്. ഇപ്പൊ കർഷകര് അവരുടെ വിളകൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതൊരു പൊതുവായ വിഷയമാണ്. പക്ഷെ ഏറ്റവും ഈ പ്രദേശത്തെ കർഷകരെ സംബന്ധിച്ച് അത് നെൽകർഷകരായാലും മറ്റേ പച്ചക്കറി കൃഷികരായാലും ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ വലിയ ഒരു പ്രശ്നം. പ്രത്യേകിച്ച് കുറുമല, അതുപോലെ വന്യമൃഗങ്ങൾ മാത്രമല്ല മറ്റ് കാട്ടിലുള്ള മൃഗങ്ങൾ, പന്നി ഉൾപ്പെടെയുള്ള കാട്ടാന, കുരങ്ങ് തൊട്ടുള്ള എല്ലാ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഫലപ്രദമായി ഒന്ന് പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല. അതിൽ കുറെ ഇടപെടാനും കുറെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അവർ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ഇതിൻ്റെയൊക്കെ രൂക്ഷത വർദ്ധിച്ചത്. അപ്പം അതിനുള്ള ഒരു പരിഹാരം നമ്മളെ സംബന്ധിച്ച് അതിനൊരു കാഴ്ചപ്പാടുണ്ട്. ഈ കൃഷി സംരക്ഷിക്കുക, അതുപോലെ തന്നെ മറ്റ് വിളകൾക്ക് യഥാസമയം ന്യായമായ വില കിട്ടുന്ന സംഭരണ വില കിട്ടുന്നതിനുള്ള നമുക്ക് കുറേ ചെയ്യാൻ കഴിയും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ജില്ലാ പഞ്ചായത്ത് റൈസ് പാർക്ക് തുടങ്ങിയിട്ടുണ്ട് പരക്കാട്. അതവിടെ എന്താ പറയുക, അത് തുരുമ്പിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വിഷയം. അതൊക്കെ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് തന്നെ അത് ഏറ്റെടുത്ത് നല്ല ഫലപ്രദമായി നടത്താൻ കഴിയും. അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയും. അപ്പൊ അതിനൊരു ശ്രമം തദ്ദേശ സ്വയംഭരണത്തിന്റെ ഭാഗത്താണ് നടക്കുന്നില്ല. അപ്പൊ അത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു ചെറിയ കർഷകർക്ക് ഒരു ഗുണകരമായിട്ടുള്ള മാറ്റം. പിന്നെ യുവജനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക. കൂടുതൽ ആളുകളുള്ള ഒരു ഇതാണ്. ഇവിടെയും നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും ആധുനിക അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മറ്റേ ശാസ്ത്ര സാങ്കേതിക രംഗത്തോ നിരവധി ആളുകളുണ്ട്. അവരൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൈക്രോ ഇൻഡസ്ട്രീസ് യൂണിറ്റുകളെ പ്രത്യേകിച്ച് ഈ സാങ്കേതിക വിദ്യകളോട് നമുക്ക് ചേലക്കരയിൽ ഉണ്ടാവാനുള്ള അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്.
ആ പ്രവർത്തനങ്ങളിലേക്ക് നടത്തും. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർ അവരുടെ ഈ വഴിതെറ്റി പോവുക, മദ്യവും അതേപോലെ ലഹരി ഉപയോഗം അതിനവർക്ക് വേറെ അവരുടെ സമയം അവരെ ജോലിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് പഠിച്ചു വന്ന ആളുകൾക്ക് അവർക്ക് കായിക മേഖലയിൽ അല്ലെങ്കിൽ മറ്റ് അവരുടെ കഴിവുകൾ ഉപയോഗിക്കാനുള്ള വേദികൾ ഇവിടെ ഇല്ല, അതിനുള്ള സംരംഭങ്ങളില്ല. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ കലാകായിക മേഖല പോഷിപ്പിക്കുന്നതിന് ആയിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങണം. ചെറുപ്പക്കാർക്ക് കളിസ്ഥലം ഉൾപ്പെടെ ഉള്ള അവരുടെ കായിക മേഖല മെച്ചപ്പെടുത്തുന്നതിനുള്ള ആവശ്യമായ പ്രവർത്തനം നടത്തുന്നതാണ് പ്രധാനമായിട്ടുള്ള പിന്നെ ഇപ്പൊ കർഷകരും യുവജനങ്ങളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ഒരു പുരോഗതി തന്നെയാണ് സമൂഹത്തിന്റെ പുരോഗതി. അവിടെ നിന്നാണ് അത് അടിസ്ഥാനപരമായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ആ കാര്യങ്ങള് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ നിന്ന് കാണുന്ന ഈ റോഡുകളൊക്കെ തന്നെ ഗതാഗത യോഗ്യമാക്കുക അല്ലെങ്കിൽ വാഹന ടാറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ റോഡുകൾ, പ്രത്യേകിച്ച് എൻ്റെ ഈ മേഖല ഒരു റോഡ് പോലും ടാറിടാതെ ഉണ്ടായിരുന്നില്ലേ തോന്നുന്നു. പക്ഷെ അതൊക്കെ പൊളിഞ്ഞ് കിടക്കാണ്. ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ച് റിനോവേഷൻ നടന്നില്ല. ഇപ്പോഴും കുറച്ച് റിനോവേഷൻ നടക്കണമെങ്കിൽ 19 വാർഡിലാണ് നടക്കുന്നത്. അത് ഈ ഇലക്ഷൻ ഡേറ്റ് വന്നതിന് ശേഷം, പ്രഖ്യാപിച്ചതിന് ശേഷം ചെറിയ റിനോവേഷൻ വർക്ക് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ ഇപ്പൊ ഈ മിനിഞ്ഞാന്ന് ഒരു വർക്ക് തുടങ്ങി. ഒക്കെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനാണ്. പക്ഷെ നമ്മൾ അതിനെതിരായാൽ ആളുകൾ വിചാരിക്കും നമ്മൾ വികസന വിരോധിയാണെന്നുള്ള ഒരു കാര്യം പറയും. അത് നടക്കട്ടെ, ജനങ്ങൾക്ക് ഇത് കാണാനും ഒക്കെ അറിയാലോ എപ്പോ എന്താ ചെയ്യുന്നത്. ഇത്ര കാലം 9.5 വർഷമായിരുന്നു. അതെ, അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ചെയ്യണം. അതിപ്പോ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടാണ് എന്ന് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ മാത്രമല്ല, ഇവിടെ ഈ വാർഡ് എന്ന് പറഞ്ഞ കെ രാധാകൃഷ്ണനും കൂടി വാർഡാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് വലിയ മാറ്റങ്ങൾ ഇവിടെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു റോഡ് പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവന. അപ്പൊ ഈ വരുന്ന 90 മെയിൻ റോഡ് പോലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് അത്. താങ്കളെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണവും അതിന്റെ നവീകരണവും, അത് ഇങ്ങനെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ലെവലിൽ എത്തിയത് കൃഷ്ണേട്ടനാണ്. അതിലും യാതൊരു തർക്കമില്ല. കാരണം ആർക്കും തർക്കം പറയാൻ കഴിയില്ല. കാരണം വ്യക്തമായ രേഖകളുണ്ടല്ലോ. ആ സ്ഥലം എടുത്തത് വേണു പ്രസിഡന്റായിരിക്കും 88, 95 ആ കാലഘട്ടത്തിലാണ്. 95 വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്നു, പഞ്ചായത്ത് രാജ് നിയമം വന്നു. അപ്പൊ അതിന്റെ ആദ്യത്തെ ബോഡിയിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ശ്രീവത്സ. അന്നാണ് ആ സ്ഥലം ഡെവലപ്പ് ചെയ്ത്. സ്ഥലം മാത്രമാണ് അന്ന് എടുത്തിരുന്നുള്ളൂ. അത് പിന്നെ ആ സ്ഥലം ഡെവലപ്പ് ചെയ്ത് അവിടെ ഒരു കെട്ടിടം, സ്റ്റാൻഡേർഡ് കെട്ടിടം പണിത് ഞാൻ വൈസ് പ്രസിഡന്റ് ശ്രീവത്സ പ്രസിഡന്റ് കാലത്താണ്. അവിടെ 98 അത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് AK ആന്റണിയാണ് 98. ഇന്നത് ചരിത്ര ലിപിയിൽ അവിടെ കിടക്കുന്നുണ്ട്. അതെ. അത് കഴിഞ്ഞ് ഇപ്പോ അതിന്റെ ബാക്കി അത് ആ ഒരു മെയിൻ കെട്ടിടം മാത്രമാണ് അന്ന് പണിത്. ബാക്കി കാണുന്ന ബാക്കിയുള്ള ബിൽഡിങ്ങും ഒക്കെ ഞാൻ വന്നതിന് ശേഷം, ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം 2000 ശേഷം ചെയ്തതാണ്. റോഡുകൾ. അതിന് കൂടാതെ മറ്റെന്തെങ്കിലും കൃഷിയേട്ടനെ സംബന്ധിച്ചോളം ഞാൻ ഇന്നത് ചെയ്തപ്പോൾ എനിക്ക് പറയാം, ഇതിനെ സംബന്ധിച്ചോളം വലിയൊരു ജനങ്ങളുടെ അംഗീകാരമുണ്ട് കൃഷിയേട്ടന്റെ മുഖത്തും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതുപോലെ ചില സിഗ്നേച്ചർ പ്രൊജക്ടുകൾ ഉണ്ട്. പിന്നെ എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ? സിഗ്നേച്ചർ ഒരു ദേശീയ നീർത്തട വികസന പദ്ധതി, കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കീമാണ്. പ്രത്യേക അതിന്റെ ഇവിടെ ഒരു കിള്ളിമംഗലം വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ഗവൺമെന്റ് അനുവദിച്ചു. അത് ഈ 90 വില്ലേജാണ്. ഈ ബേസിക് ചെയ്യാൻ ഇവിടുന്ന് വരുന്ന വെള്ളം, മലയിൽ നിന്ന് വരുന്ന തോടിനെ ബേസ് ചെയ്തിട്ടാണ്. അത് കിള്ളിമലം വഴിയാണല്ലോ പോവാ, അസുരം കൊണ്ടുവന്ന് വരുന്ന വെള്ളം അതിനെ ഉപയോഗപ്പെടുത്തി. അതാണ് അതിന്റെ വാട്ടർ ഷെഡ് എന്ന് അതിന്റെ പേര് കിള്ളിമംഗലം വാട്ടർ ഷെഡ് എന്നായിരുന്നു. ആ വാട്ടർ ഷെഡില് കിള്ളിമംഗലത്തെ ആ പാഞ്ഞാൽ പഞ്ചായത്ത് നിന്നും അതിന്റെ ഗുണഭോക്താക്കളല്ല, മുഴുവൻ ചേലക്കര പഞ്ചായത്ത് തന്നെയാണ് ഗുണഭോക്താക്കൾ. പക്ഷെ അതിന്റെ പേരെങ്ങനെയാണ് വന്നത്? അത് ഈ അസുരം കൊണ്ടുവന്ന് വരുന്ന വെള്ളത്തിന്റെ അതിന്റെ കുറെ പ്രോജക്റ്റുകളുണ്ട്. അതിൽ നമുക്ക് നീർത്തട വികസന പദ്ധതിയിൽ മണ്ണ് ജല സംരക്ഷണത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അത് കൂടാതെ അതിന്റെ കോമൺ ഫണ്ട് വരും. ആ കോമൺ ഫണ്ട് ഉപയോഗിച്ച് സെയിമാണ് മറ്റത്തൊരു പഞ്ചായത്തിൽ നടത്തിയത്. അവരതെന്താ വെച്ചാൽ ഇവിടെ 5 വാട്ടർ ഷെഡ് ഉണ്ടായിരുന്നു. ഈ കിള്ളിമംഗലം വാട്ടർ ഷെഡിന്റെ കീഴിൽ 5 ഡിവൈഡ്. ഞങ്ങൾ അത് എല്ലാം കൂടി സമീപിച്ചിട്ടാണ് വെങ്ങാനല്ലൂർ ചെക്ക് ഡാം പണിത്. ചെക്ക് ഡാം പണിത്. അത് 2002 പണിയുന്നത്.
ആ ചെക്ക് ഡാം കാരണം കൊണ്ടാണ് വെങ്ങാനല്ലൂർ പാടം ശേഖരത്തിൻ്റെ കൃഷിക്ക് രണ്ടാം വിളയ്ക്ക് വെള്ളം കിട്ടിയത്. ഇപ്പോഴും സമൃദ്ധിയായിട്ട് വെള്ളം ഒരിക്കലും അതിനു മുമ്പൊക്കെ അവിടെ ഉണങ്ങിപ്പോകും. ചീർപ്പുകളൊന്നും നമ്മുടെ പഞ്ചായത്തുകളിൽ ധാരാളം തോടുകളിൽ ചീർപ്പുണ്ട്. ആ ചീർപ്പ് ജലം സംഭരിക്കുന്നത്, പക്ഷെ അതിലൊന്നും വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല. ഈ ചെക്കിടം അവിടെ പണിതപ്പോൾ അതിൻ്റെ വെള്ളം ഉപയോഗിച്ച് ഇപ്പോൾ കിളിമംഗലം വരെ പാടശേഖരത്തിന് നനയ്ക്കാൻ അതൊരു വലിയ പ്രോജക്റ്റ് തന്നെയാണ്, ചെറിയത് കാണാമില്ല. പക്ഷെ അതിന് ശേഷം പിന്നെ അതിൽ യാതൊരു ഡെവലപ്മെന്റ് നടന്നില്ല. അതുകൊണ്ട് കുറേ കനാലുകൾ തുടർ പ്രവർത്തനങ്ങൾ നടന്നില്ല. കാരണം ഞാൻ 2005 കഴിഞ്ഞപ്പോൾ 2005 ഞാൻ ജയിച്ചെങ്കിൽ പോലും പഞ്ചായത്ത് കിട്ടിയില്ല. കാരണം DACയുടെ വരവാണ്. അത് വന്നപ്പോൾ അത് ഭരണ തുടർച്ച കിട്ടിയില്ല. അപ്പോൾ അന്ന് ഞാൻ മെമ്പറാണ് 5 കൊല്ലം, 2005 10 വരെ മെമ്പറൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് നമുക്ക് വെങ്ങാനല്ലൂർ ചെക്കിടം പണിയാൻ കഴിഞ്ഞു. അത് വലിയ കൃഷിക്ക് വലിയ പ്രയോജനപ്പെട്ട ആ ഭാഗങ്ങളിൽ കൃഷിക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു 2001, 2002 എനിക്ക് ഇതേപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മളൊന്നും അന്ന് പഞ്ചായത്തുകൾ ഫണ്ടില്ല. 2005 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്നു. ശേഖരനെ മുഖ്യമന്ത്രിയായപ്പോൾ പദ്ധതി വിഹിതത്തിന്റെ ഒരു 30% കൊടുക്കാന്നൊക്കെ നിയമം ഉണ്ടാകിയ പോലും അദ്ദേഹം നമുക്കത് വളരെ കുറച്ച് പൈസയാണെന്ന് കിട്ടുന്നത്. അപ്പോൾ മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടുന്ന സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് ഒരു 6 ലക്ഷം രൂപ വില്ലേജ് മാർക്കറ്റുകളുടെ പ്രവർത്തനത്തിന് വേണ്ടി തരാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് സ്കീം ഉണ്ടായിരുന്നു. പിന്നെ വില്ലേജ് മാർക്കറ്റിന് വേണ്ടി ഒരു 6 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടി. 2000 മാർക്കറ്റ് പണിത്. അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു 16 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മാർക്കറ്റ് നവീകരിക്കല്ല, അത് പൊളിച്ചു പോണതു. കാരണം അതിന്റെ മുമ്പ് വെറും നിരക്കൂട്ടുകളായിരുന്നു അതൊക്കെ. അത് കംപ്ലീറ്റ് പിന്നെ അന്ന് വെറും ഓട് ഇങ്ങനെ ചെരിഞ്ഞ ഓടുകളുള്ള മാർക്കറ്റായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് വാർപ്പ് കെട്ടിടം ആക്കി അതിൻ്റെ എല്ലാം ഷട്ടറുകൾ ഇട്ടു, നിലത്ത് കട്ട പിടിച്ചു. എന്ന് മാത്രമല്ല അതിൻ്റെ ബാക്കിൽ ഒരു ഈ കോഴിയായാലും ആടായാലും മറ്റ് അവർക്കൊക്കെ അറവ് ശാല ഉണ്ടാക്കി. ഒരു ബാക്കിൽ ഒരു അറവ് ശാല, മോഡേൺ സ്ലോട്ടർ ഹൗസ് ഉണ്ടാക്കി. അത് മണ്ണുത്തിയിലെ വെറ്റിനറി 2 ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടുത്തി. ഒരു പ്രൊഫസർ ഡോക്ടർ ആന്റണി എന്നൊക്കെ, പിന്നെ പേരുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. അവരാണ് അതിന്റെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മോഡേൺ സ്ലോട്ടർ ഹൗസിന്റെ പിന്നിലുണ്ട് ഈ അറവ് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട്. അതിന് മിഷനറിക്ക് ഇപ്പൊ തുരുമ്പ് പിടിച്ചു പോയെന്നാണ് ഞാൻ അറിയുന്നത്. അതാണ് ഇപ്പൊ ഈ മാലിന്യ സംസ്കരണം സംബന്ധിച്ചിടത്തോളം, കാരണം ഈ കോമൺ വേസ്റ്റ് നമ്മുടെ ടൗണിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം വലിയൊരു കീറാമുട്ടിയായിട്ട് കിടക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളും അതുപോലെ ഇപ്പൊ ഇവിടെ ചേലക്കരയിൽ നടക്കുന്ന ഈ മാലിന്യ സംസ്കരണം ഫലവത്തായിട്ട് നടക്കുന്നില്ല. പാവം ആ കുട്ടികള് ഇപ്പൊ ഞാൻ പറയാം, ഈ എന്താ പറയാ, നമ്മുടെ ഗ്രീൻ ആർമി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അവര് പണിയെടുക്കുന്നുണ്ട്. ഓരോ വീടുകളിൽ അവർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് തന്നെ കൊണ്ടുപോയി, പിന്നെ അത് കൊണ്ടുപോയി കൃത്യമായി സംസ്കരിക്കുന്നില്ല. അത് ഈ മാർക്കറ്റിന്റെ പിന്നിലാണ് കൊണ്ടുപോയിട്ട് സൂക്ഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് പിന്നീട് തരംതിരിച്ച് എന്താണ് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായ രൂപമില്ല. പക്ഷെ ഈ സാധാരണ ഉറവിട മാലിന്യങ്ങൾ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അത് പ്രായോഗിക അല്ലെങ്കിൽ പോലും പഞ്ചായത്തിനെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഒരു വിഷൻ ഇല്ല എന്നുള്ളതാണ് ഒരു പഞ്ചായത്തിന്റെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം നമ്മുടെ ചേലക്കരയിൽ ആവശ്യമാണ്. അത് ഇതുവരെ അത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു സമരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു, കാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണമല്ലോ ഈ കാര്യങ്ങൾ. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ പഞ്ചായത്തില് 5-10 കാലഘട്ടം കഴിഞ്ഞ ശേഷം പഞ്ചായത്തിൽ ഇല്ല. പക്ഷെ അതിനുശേഷം വന്ന കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ കാലത്തും ഞങ്ങൾ ലിസി തോമസ് പ്രസിഡന്റ് ആയി, ആ കാലത്തും അത് വേണ്ടത് ശ്രദ്ധിച്ചു ഞാൻ പറയുന്നില്ല. പക്ഷെ പിന്നീട് ഇപ്പൊ തുടർച്ചയായി 10 വർഷം ഗവൺമെന്റും ഒരു ഉണ്ട്, ഭരണവും ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF അങ്ങനെ ഒരു സംവിധാനം ഇല്ലല്ലോ. ആ സംവിധാനം ഉപയോഗിക്കാൻ തുടർച്ചയായിട്ടൊരു 30 വർഷം എന്ന് വേണമെങ്കിൽ പറയാം, 25-30 വർഷം ഇവിടെ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അതിന്റെ പരമോന്നത സ്ഥാനത്തുള്ള ഒരു, നമുക്കറിയാലോ, നമ്മൾ ഭാര്യ വ്യക്തതയല്ല, അങ്ങനെ ഉണ്ടായിട്ട് പോലും അതിന്റെ ഒരു വലിയ വികസനം നമ്മുടെ ഉണ്ടായി എന്ന് ആർക്കാ പറയാൻ കഴിയാ? ഉണ്ടായില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൂടി വീടും ഞങ്ങൾ ഒരുമിച്ച് വെളിപ്പാടായ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ്.
പക്ഷെ അത് ഉണ്ടായില്ല. എന്തുകൊണ്ടൊന്നും അറിയില്ല. ഇപ്പം ഒരു സ്വന്തം നാട്ടിൽ നേരെയാവണമെന്ന് എന്നേക്കാൾ കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടിലായിരുന്നു എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയായാലും ഈ ചേലക്കര പഞ്ചായത്ത് അതിൻ്റെതായിട്ടുള്ളൊരു ഗുണം നമുക്കുണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞില്ല. ഉള്ളത് തന്നെ തുരുമ്പ് പോയി. അത് ഞാൻ നേരത്തെ പറഞ്ഞ റൈസ് പാർക്കിന്റെ സ്ഥിതി. പിന്നെ ഒരു നാളികേര സംസ്കരണ പല പദ്ധതികളും മറ്റേ ശ്രീ കെ ബാലകൃഷ്ണൻ ഇറിഗേഷൻ മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്താണ് വെങ്ങാനല്ലൂര് സോറോവയ സ്കീം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ അവിടുത്തെ കൃഷിയൊക്കെ അക്വയർ ചെയ്ത് അത് പിന്നെ ജില്ലാ കൃഷിത്തോട്ടം ഏറ്റെടുത്തു. അത് നടന്നില്ല. ഫലപ്രദമായ വെള്ളം ഇല്ല എന്ന് പറഞ്ഞ് അത് ഒഴിച്ചു. പിന്നെ ജില്ലാ കൃഷിത്തോട്ടമായി. ജില്ലാ കൃഷിത്തോട്ടവും അവിടെ വടക്കാഞ്ചേരി മച്ചാട് റോഡിൽ ചെന്ന ഒരു പോക്കറ്റ് നഴ്സറി ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് പറിച്ച് ഇവിടെ നട്ടുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു വർക്കും പിന്നെ നടന്നില്ല. അവിടെയുള്ള കുറച്ച് ലേബേഴ്സിനും ഇവിടെ പണി കൊടുത്തു എന്നല്ലാതെ അത്രയും ഏക്കർ കണക്കിന് സ്ഥലം അവിടെ എടുക്കുകയാണ്. ഒന്നും ചെയ്യാതെ കിടക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കർഷകർക്കും ചെറുപ്പക്കാരായ അധ്വാനിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഫലപ്രദമായി ഉപയോഗിച്ചാൽ വലിയ മാറ്റം ഈ ചേലക്കരയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വ്യക്തി എന്ന നിലയില്ല, UDF തീർച്ചയായും അധികാരത്തിൽ വരും. അപ്പോൾ ആ UDFിൻ്റെ ഭാഗമായി ആ UDF ഭരണത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തീർച്ചയായും എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം, വലിയ ആത്മവിശ്വാസമുണ്ട്. ചെറിയ ആത്മവിശ്വാസം, വലിയ ആത്മവിശ്വാസം. കൃഷ്ണേട്ടൻ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് താങ്കൾ പഠനം നടത്തി എന്നുള്ള വ്യക്തമാണ്. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് താങ്കൾ ഒരു കർഷകനാണ്, ഇതൊരു കർഷക ഗ്രാമമാണ്. കാർഷിക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ കർഷകർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം അത് UDFിന്റെ മാത്രമല്ല കൃഷ്ണേട്ടന്റെ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരനുഭവിക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം നമ്മുടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന തൊഴിൽ, ഇതിനെ സംബന്ധിച്ചോളം താങ്കൾ നല്ല ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒപ്പം റോഡ് വികസനം പോലുള്ള ഇതിന്റെ ഇടയ്ക്കാണ് താങ്കൾ ഈ 15 വർഷങ്ങൾക്ക് മുമ്പേ താങ്കൾക്കൊരു വിഷയം ഉണ്ടായിരുന്നു, ഒരു ദീർഘകാല ഒരു എന്താ പറയുക ലെഗസി പ്രൊജക്ട്. അതായത് നമ്മുടെ പഞ്ചായത്തിന് സ്ഥിര വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് താങ്കൾ ഒരു ബെസ്റ്റോ എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഇതിന്റെ പിന്നിലുള്ള ഒരു ടാസ്ക് എന്തായിരുന്നു? അതിന്റെ പിന്നിൽ അന്ന് ഞാൻ 95 പ്രസിഡന്റ് ആകുമ്പോൾ ഫണ്ടില്ല. അപ്പോൾ സ്ഥലം നമ്മൾ അന്ന് അക്വറി അല്ലാതെ ഒരു ചെറിയ വിലയ്ക്ക് തന്നതിൻ്റെ സ്ഥലം ഉടമ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് വേണം. ഫണ്ടില്ല നമ്മുടെ കയ്യിൽ, പഞ്ചായത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ RDB അന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തിൽ മുമ്പേ പഞ്ചായത്തുകളെ സഹായിച്ച് പഞ്ചായത്ത് രാജ് വരുന്നതിന്റെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് RDB. ഇപ്പൊ RDB ഇല്ല. റൂറൽ ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ റൂറൽ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നാണ് നമ്മുടെ ആദ്യം വായ്പ എടുക്കുന്നത്. എന്നിട്ടാണ് ഇപ്പൊ 98 ഉദ്ഘാടനം ചെയ്ത ആ ബിൽഡിംഗ് പണിയുന്നത്. അതിൽ 20 മുറികളുണ്ടായിരുന്നു. ആ 20 മുറികളിൽ അന്നത്തെ നിയമമുണ്ട്. ബസ് സ്റ്റാൻഡ് 2 മുറികൾ SCക്ക് കൊടുക്കും, 10-1 SCക്ക് കൊടുക്കും. ഞാനിത് കടയിലൊന്നും അറിയില്ല. അതിൽ ഒരു മുറിയാണ് ടി. എ. രാധാകൃഷ്ണൻ കൊടുത്തു. 10 ഒരു മുറി ഒരു അന്ത്യമാണ്. ഞാൻ അവിടെ ഒരു വേലായുധം കൊടുക്കും. ആ നിയമമാണ് കൊടുക്കുക. അങ്ങനെ 20 മുറി ഉള്ള വരുമാനം വാടകയാണ്. ഇന്നിപ്പോൾ ആ മുറികൾ തന്നെ സംരക്ഷിക്കപ്പെടുന്നില്ല. അവിടെ അന്ന് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഈ പഞ്ചായത്ത്, ഞാൻ എൻ്റെ ഭരണസമിതി കഴിഞ്ഞതിന് മുമ്പ് തന്നെ അതൊക്കെ അടച്ചു തീർത്തു. വായ്പ അടച്ചു തീർത്തു. ഇപ്പോൾ അതിന് ശേഷമൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും വലിയ മുതൽക്കൂട്ടാണ് അതിൻ്റെ വരുമാനം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയ നീർത്തട വികസന പദ്ധതി നടപ്പിലാക്കിയ ഒരു കോമൺ പ്രോജക്റ്റ് എടുത്തു. ചെക്ക്ഡൗൺ മാത്രമല്ല, അതിലൊരു വ്യവസ്ഥയുണ്ട്. കർഷകർക്ക് ഈ നീർത്തട വികസന പദ്ധതിയുമായി കാർഷിക മേഖലയ്ക്ക് പൈസ ചെലവ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനൊരു വലിയ ഒരു സൂത്രം, പഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഒരു ഓഫീസ് മുറി ഇപ്പോഴും അവിടെ പോകുന്ന ആളുകൾക്ക് അറിയാം. മേശയിട്ടുണ്ട്. പഞ്ചായത്ത് മീറ്റിംഗ് ഹാൾ പോലെ ഒന്ന് പഴയത് കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അല്ല, ആ താഴത്തെ വരയിൽ കിഴക്ക് സൈഡിൽ കിടക്കുന്നുണ്ട്. അതാണ് അന്ന് പഞ്ചായത്ത്. അതിൻ്റെ മുകളിൽ ഓഫീസും താഴെ മീറ്റിംഗ് ഹാളും. അത്ര മാത്രമേ അന്ന് ബിൽഡിംഗ് ഉള്ളൂ. ബാക്കി വരുന്ന ബിൽഡിങ്ങിന് ഈ കർഷക ഭവൻ, കർഷകർക്ക് വരാനും മീറ്റിംഗ് കൂടാനും ഒക്കെ ഉള്ള സ്ഥലം കർഷക ഭവൻ വേണം. അത് അപ്പം ഞാൻ അതിന് കർഷക ഭവൻ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ടാക്കി. അതാണ് ഇന്ന് കാണുന്ന പഞ്ചായത്ത് ഓഫീസ്. താഴെ മേലെയായി കാണുന്നത് കിണറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. അത് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കർഷക ഭവൻ കമ്മ്യൂണിറ്റി ഹാൾ എന്നാണ് അതിൻ്റെ പേര്. രേഖകൾ അങ്ങനെയാണ്. പക്ഷെ അവിടെയാണ് പഞ്ചായത്ത് ഓഫീസ്. പിന്നെ മുകളിൽ പിന്നെ
ഷീറ്റ് മേഞ്ഞത് അത് പിന്നീട് മേഞ്ഞതാണ്, മേഞ്ഞ ഷീറ്റ്. കുടുംബശ്രീക്കും മറ്റും ഷീറ്റ് മേഞ്ഞത്, മുകളിൽ മേഞ്ഞത്. അത് പിന്നീട് റഷീദ് പിന്നെ ആ സമയത്താണ് മുകളിൽ ഷീറ്റ് മേഞ്ഞത്. ഇതിൽ വന്നിട്ട് ഇപ്പം എന്തോ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ വരുത്തിയിട്ടുണ്ട്. റഷീദ് പഞ്ചായത്തിന്റെ കാലത്ത് ശേഷം പിന്നെ ലിസി ഉള്ളപ്പോഴാണ് ഇത് ചെയ്തത്. പക്ഷെ ആ കെട്ടിടം, ആ കാണുന്ന കെട്ടിടം പണിതത് ഷീറ്റ് ഒഴിച്ച്, അതിന്റെ മുകളിൽ മേഞ്ഞ ഷീറ്റ് ഒഴിച്ച് ഫ്രണ്ട് ഒരു ഷീറ്റൊക്കെ ഇട്ട് ഗാന്ധി പ്രതിമയൊക്കെ സ്ഥാപിച്ചാൽ അത് ഒഴിച്ച് കാണുന്ന എല്ലാ ഡെവലപ്മെന്റുകളും അന്ന് ഞാൻ ഈ ഫണ്ട് പഞ്ചായത്ത് ഓഫീസ് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ആ പഴയ മീറ്റിംഗ് മേശപ്പും അവിടെ കാണാം, ഓരോ വലിപ്പിട്ടുള്ള ഞാൻ വരുമ്പോൾ പഞ്ചായത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ആ കെട്ടിടം അവിടെ വന്ന് ഈ കർഷക ഭവൻ കമ്മ്യൂണിറ്റികൾ ചെയ്തതാണ്. പല ഭാഗത്തും നമ്മൾ നോക്കുമ്പോൾ UDF എപ്പോഴും ഒരു സമരമുഖത്തായിരുന്നു കഴിഞ്ഞ വർഷങ്ങളായിട്ട്. എന്തെല്ലാമായിരുന്നു ഈ ഭരണപക്ഷവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളെ UDF കണ്ടിരുന്നത് ഏത് രീതിയിലായിരുന്നു? അത് ഇത്രയധികം സമരങ്ങൾ, കാരണം ബോയ്ക്കോട്ട് ചെയ്യുക, ഒരുപാട് സമരങ്ങൾ ഈ പഞ്ചായത്തിനെതിരെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്തായിരുന്നു അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, എന്തൊക്കെയായിരുന്നു? അതിപ്പോ ഞാൻ പഞ്ചായത്തിന്റെ ഉള്ളിലില്ലാത്ത ഒരാൾ എന്ന നിലയിൽ ഞാനത് മുഴുവൻ പറയുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഴുവൻ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മളൊരു പഞ്ചായത്ത് ഭരണത്തിന് വിലയിരുത്തേണ്ടത് കേവലം ഒരു പഞ്ചായത്തിൻ്റെതായ മാത്രം കാര്യത്തിലല്ല. ഇപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതിനൊരു വിലയിരുത്തപ്പെടുക അല്ലെങ്കിൽ അതിന് സ്വാധീനിക്കുക പഞ്ചായത്ത് ഭരണം മാത്രമല്ല, സംസ്ഥാനത്തെ ഭരണത്തിലുള്ള അതിന് പോലും ജനങ്ങൾ വിലയിരുത്തും. അത് വിലയിരുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇപ്പോൾ ശബരിമല ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന ഗവൺമെന്റിനെ മാത്രം ബാധിക്കുന്നതല്ല, സാധാരണ ജനങ്ങളെയും ഭക്തർ മാത്രമല്ല. കാരണം അതൊരു വലിയ ഒരു പകൽക്കൊള്ളയാണ്, അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേർഡ് കൊള്ളയാണ് നടക്കുന്നത്. ആ സർക്കാർ സ്പോൺസേർഡ് കൊള്ള എന്ന് പറയുന്നത് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ അത് വിലയിരുത്തും. അത് UDF അനുകൂലമാവും, അതിനൊന്നും യാതൊരു തർക്കമില്ല. അപ്പൊ അതുപോലെ ഈ 10 വർഷമായിട്ട് എല്ലാ ഭരണവും സംസ്ഥാന ഭരണവും ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന, ഇപ്പൊ ഞാൻ ചേലക്കരയുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഞാൻ ജലനിധി പദ്ധതി നടപ്പിലാക്കി. അതും ഈ കാലഘട്ടത്തിലാണ്, 2000-ലാണ്. ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ജലസ്രോതസ്സുകളില്ല. അപ്പോൾ ഏത് പഞ്ചായത്ത് ഈ ബ്ലോക്കിലെടുത്തോളും ഒക്കെ പുഴയോരങ്ങളാണ്. തിരുവല്ലാമല മുതൽ കൊണ്ടാഴി മുതൽ ചെറുതുരുത്തി ദേശം എല്ലായിടത്തും. ഇവിടെ മുള്ളൂർക്ക് ഇവിടെയും മാത്രമാണ് പുഴയോരില്ല ഇല്ലാത്ത 2 പഞ്ചായത്തുകളുള്ളത്. അതില് MP അതിന് ജലസേചന വകുപ്പ് വന്ന ഭാരതപ്പുഴ എന്നുള്ള ഒരു പ്രോജക്റ്റ് 84. പക്ഷെ ഇവിടെയുള്ള ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിയില്ല. അല്ല, അതാ ഞാൻ അത് ഉപയോഗപ്പെടുത്തിയില്ല. അപ്പൊ അത് 2000-ൽ ഞാൻ പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് ആ കാര്യത്തിൽ വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി ഒരു ആ സെക്കൻഡ് ഫേസ്, ഫസ്റ്റ് ഫേസ് 1-2 ജില്ലകളിൽ തിരുവനന്തപുരത്തൊക്കെ നടപ്പിലാക്കി. സെക്കൻഡ് ഫേസ് വന്നത് അപ്പോഴാണ്. ആ സെക്കൻഡ് ഫേസിൽ ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഈ ജലനിധി പദ്ധതി ഇവിടെ നടപ്പിലാക്കി. കുടിവെള്ളം ഏറ്റവും രൂക്ഷമായ കുടിവെള്ളമുള്ളൊരു പഞ്ചായത്താണ്. അതാണ് ഞാൻ പറയുന്നത്, നാച്ചുറൽ വാട്ടർ സോഴ്സ് വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ഗ്രൗണ്ട് വാട്ടറിനെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ നടക്കുക, അല്ലെങ്കിൽ ഭാരതപ്പുഴ. അപ്പോൾ ഭാരതപ്പുഴയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലും അതിന് അടിസ്ഥാനപരമായിട്ട് നടത്തി അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഞാനാണ്. ഇപ്പം ഒരു വെള്ളനാട് റൂട്ടിൽ കാണാം, അതൊരു സാമൂഹ്യക്ഷേമ കേന്ദ്രമാണ്. അവിടെയാണ് ടാങ്ക് പണിത്. ആ ടാങ്ക് പണിയാൻ സാമൂഹ്യക്ഷേമ കേന്ദ്രം. ഇനിയും നമുക്ക് കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെയുണ്ട്. ഒപ്പം ജലസേചനം കർഷകർക്ക് കിട്ടേണ്ട ആവശ്യകതയും ഇവിടെ നടക്കുകയാണ്. അപ്പൊ ആ ജലനിധി പണിത് 128 കുടിവെള്ള സംഘം, അതുവഴിയാണ് ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നത്. താങ്കൾ ഒരു കാർഷിക സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ ഈ ബാങ്കിൻ്റെതായ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവരുടേതായ സഹകരണത്തോട് കൂടിയിട്ട് ഇപ്പൊ താങ്കളുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതായത് താഴ്ന്ന കടയിട്ടുള്ള ആൾക്കാർക്കുള്ള തൊഴിൽ സംരക്ഷണം, ഒപ്പം അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർക്കുള്ള തൊഴിൽ എന്നൊക്കെ താങ്കൾ പറയണ്ടായി. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് ഈ ഒരു സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ ബാങ്ക്, ഇപ്പൊ ഞാൻ പ്രസിഡന്റായ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സർവീസ് സഹകരണ ബാങ്ക് മാതിരിയല്ല. അത് നേരിട്ട് നബാർഡിന്റെ കൺട്രോൾ. നബാർഡാണ് ഞങ്ങൾ പൈസ തരുന്നത്. തലപ്പള്ളി താലൂക്ക് കാർഷിക ഗ്രാമവികസനം, എല്ലാ ഒരു താലൂക്കിലൊരു ബാങ്ക്, ഒരു സംസ്ഥാനത്തൊരു ബാങ്ക്. അത് ഫൈനാൻസ് അവരാ തരുന്നത്. ഞങ്ങൾക്ക് ചെറിയൊരു മാർജിൻ, ഓരോ മാർജിൻ തരുമ്പോൾ അവർ തരുന്ന പലിശ മാർജിൻ
നമുക്ക് CSR ഫണ്ട് ഇല്ല. ഇത്തരത്തിലുള്ള പ്രൊജക്ടുകളൊന്നും നമുക്ക് സാധാരണക്കാരന് അത് നബാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. നബാർഡിന്റെ ഫണ്ട് നമുക്ക് നേരിട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റും. നബാർഡ് കുറെ നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഒറ്റപ്പാലം മയനൂർ പാലം പണിതത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, നബാർഡിന് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. അങ്ങനെയാണ് അത് പണിതത്. ഗവൺമെന്റ് ആണ് അതിന്റെ നബാർഡിന് ഫണ്ട് തരുമ്പോൾ അതിന് ഗ്യാരണ്ടി വേണം. ആ ഗ്യാരണ്ടി ഗവൺമെന്റ് ആണ് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് ഗ്യാരണ്ടി ഇപ്പൊ ഞങ്ങൾക്കും ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഒരു ഗ്യാരണ്ടി കമ്മീഷൻ കൊടുക്കണം. 0.75 ഞങ്ങളുടെ ഗ്യാരണ്ടി കമ്മീഷൻ. ബാങ്കിന് പൈസ തരുന്നത് സർക്കാർ ഗ്യാരണ്ടി തന്നിട്ടാണ്, നബാർഡ് നേരിട്ടാണ് തരുന്നത്. പക്ഷെ അതിന് ഗ്യാരണ്ടി കമ്മീഷൻ കൊടുക്കണം. സർക്കാർ വെറുതെ ഒന്നുമില്ലാതെ ഞങ്ങളുടെ ഇരുന്ന് 0.75 മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഗ്യാരണ്ടി നബാർഡിന് നേരിട്ട് ഫണ്ട് തരാനുള്ള സോഴ്സുകൾ ധാരാളമാണ് സർക്കാരിന്റെ ഗ്യാരണ്ടിയോട് കൂടി. പിന്നെ തദ്ദേശ ഒക്കെ കീഴില് അതുപോലെ തന്നെ നമ്മുടെ വീട് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അതെല്ലാം ചിലപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ആരോപണ വിധേയമായിട്ടുണ്ട്, ചില പാർഷ്യാലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് കാരണം അതിനാണല്ലോ നമ്മൾ ഗ്രാമസഭ ഉണ്ടാക്കിയത്. അതെ, ഏറ്റവും എന്താ പറയാ പാവപ്പെട്ട ആളുകളിലെ ഏറ്റവും ശരിക്കും ഗുണഭോക്താക്കൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഇപ്പോഴത്തെ ഗ്രാമസഭയൊക്കെ പ്രഹസനാണ്, ആരും അറിയുന്ന പോലും ഇല്ല. ഇപ്പൊ ഞാൻ ഗ്രാമസഭ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും വൈസ് പ്രസിഡന്റ് മെമ്പർ ആയിരിക്കുമ്പോഴും ഞാൻ ഗ്രാമസഭ ഞാൻ തന്നെ നേരിട്ട് എല്ലാ വീട്ടിലും പോയി ക്ഷണിക്കും. അതാണ് ഒരു ഏറ്റവും വലിയൊരു ഒരു വർഷത്തിൽ മിനിമം ആദ്യം 4 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് 3 ആക്കി ചുരുക്കി 3 ഗ്രാമസഭയെങ്കിലും ഉള്ള കാലത്ത് നടത്തിയത്. ആ 3 ഗ്രാമസഭയ്ക്ക് ഞാൻ എല്ലാ വീട്ടിലും പോയി നോട്ടീസ് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 10 വർഷമായിട്ട് ഒരു ഗ്രാമസഭ നോട്ടീസ് പോലും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, പറയുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഗ്രാമസഭ ഉണ്ടായിരുന്നെങ്കിൽ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ, ഈ അന്ത്യോദയയുടെ ലക്ഷ്യം അതാണല്ലോ. ആ ലക്ഷ്യം അനുസരിച്ചിട്ട് അവർക്കെല്ലാം കൊടുക്കുന്നത്. ഇപ്പോ പാർട്ടിക്കാർക്ക് കൊടുക്കുക, പാർട്ടി പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പാർട്ടി പറയുന്ന ആളുകൾക്ക് കൊടുക്കുക. കൃഷ്ണനെ സംബന്ധിച്ചോളം ഈ 19ാം വാർഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ടത്, താങ്കൾ വളർന്നതും അതുപോലെ തന്നെ ഈ പ്രവർത്തിച്ചതുമായിട്ടുള്ള ഒരു എന്താ പറയുക ഗ്രാമമാണ് ചേലക്കര. അല്ല, ചേലക്കരയിലെ തോന്നൂർക്കര ഏരിയ, പ്രത്യേകിച്ച് നമ്മുടെ MP മന്ത്രിയൊക്കെ ഉള്ള നിൽക്കുന്ന വാർഡ്. ഈ വാർഡിൽ ഇനിയും വികസനം വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സാധാരണക്കാർക്കുണ്ട്. വികസനം എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നല്. എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാടുകൾ കൃഷിയുടെ? പക്ഷേ ഇനി എന്തെല്ലാം മാറ്റങ്ങൾ ഇപ്പൊ ജയിച്ചു വന്നാൽ ഈ വാർഡിനേക്ക് നമുക്ക് ചെയ്യാനുണ്ട്? ഈ വാർഡിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും കിടപ്പാടില്ലാത്ത ആളുകളുണ്ട്, സ്വന്തമായി വീട് സ്ഥലമില്ലാത്ത ആളുകളും വീടില്ലാത്ത ആളുകളുണ്ട്. ഒരു വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പൊ ഈ ഇലക്ഷന്റെ പ്രവർത്തനവുമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഒരു എൻ്റെ തൊട്ടടുത്തൊരു കോളനി ഉണ്ട്, അവിടെ ഇത് തന്നെയാണ്. ആ ഭൂമിക്ക് പട്ടയം സ്വന്തമായിട്ട് അവർക്ക് ഇതുവരെ രേഖകൾ കിട്ടിയിട്ടില്ല. ഏമൂർ കോളനി രേഖയില്ല. അവിടെയും അവിടുത്തെ ആളുകൾക്ക് പാർപ്പിട സൗകര്യം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവരുടെ ഭൂമി, അവരുടെ ആരോഗ്യപരമായ ആരോഗ്യപരമായ തൊട്ടടുത്തപ്പോ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും അതിലും യഥാർത്ഥത്തില് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളില്ല. ഇതുവരെ കിടത്തി ചികിത്സിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു കാലത്ത് ഒരു സ്വകാര്യ വ്യക്തി സംഭാവന ചെയ്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ആ സ്ഥലം സ്ഥലവും കെട്ടിടവും മാത്രം പണിതല്ലാതെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ കുറെ കാര്യങ്ങൾ ചെയ്യാണ്. കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യമുണ്ട്. തോന്നൂർക്കടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഈ അപ്പുറത്തെ അല്ലെങ്കിൽ ഈ റോഡിന്റെ ഇപ്പുറം മാത്രമല്ലല്ലോ നമ്മള്, അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ലല്ലോ. തോന്നൂർക്കരയുടെ പൊതുവായിട്ടുള്ള എൻ്റെ 19ാം വാർഡായാലും അല്ലെങ്കിൽ തോന്നൂർക്കരയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളായാലും ഇവിടെ അടിസ്ഥാനപരമായി ഇപ്പം ചികിത്സാ സൗകര്യം മെച്ചപ്പെടുത്തണം. ഇപ്പം ഇവിടെ ഒരു PHC ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രം എന്നാണ് ഇപ്പൊ പുതിയ പേരൊക്കെ ഇട്ടുണ്ട്. ആ പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇപ്പൊ അവിടെ ഫലപ്രദമായി നടക്കുന്നില്ല. അപ്പൊ അതിന്റെ എല്ലാം ഡെവലപ്മെന്റ് നമ്മുടെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ വാർഡിനെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ വീട് സ്ഥലവും ഇല്ലാത്ത ആളുകളും ഭൂമി കിടപ്പാടത്തിന് രേഖയില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പരിഹരിക്കുക എന്നുള്ളൊരു പ്രധാന വിഷയം തന്നെയാണ്. അപ്പൊ കൃഷ്ണേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് എന്താ പറയുക കൺക്ലൂഡ് ചെയ്യാനുള്ള സമയം. ഇപ്പൊ ഇന്ന് ശബരിമല വിഷയം പോലുള്ള സംസ്ഥാന വിഷയം, അത് LDF അഭിമുഖീകരിക്കുന്ന പ്രശ്നം. UDF-നെ സംബന്ധിച്ചോളം സംസ്ഥാന തലത്തിലുള്ള വലിയൊരു പ്രശ്നം ഇപ്പോൾ
പുകഞ്ഞ് നടക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പ്രതിഫലിക്കും. അല്ല, അതിപ്പോ രണ്ടും എന്താ പറയാ, ഈ രണ്ട് വിഷയം തമ്മിൽ വലിയ എന്താ പറയാ അജഗജാന്തര വ്യത്യാസം. കാരണം മറ്റത് എന്ന് പറയും ശബരിമല ഭക്തി അല്ലെങ്കിൽ ഭക്തരുടേതമായിട്ടുള്ളതല്ല. എവിടെയായാലും ക്ഷേത്ര അത് ഒരു വികാരമാണ്. അത് 2019 തെളിയിച്ചിട്ടുണ്ട്. ഈ 2025 അത് തീർച്ചയായും പ്രതിഫലിക്കും. എന്നും അതൊരു കൊള്ളയാണല്ലോ. അതാണ് ഒരു വിഷയം. മറ്റത് ഒരു വ്യക്തി ഇവിടെ ചാബല്യോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കാണിക്കുന്ന ചില വിഷയങ്ങൾ ദുഷിച്ച വ്യക്തിയുടെ അസാൻമാർഗിക നടപടിയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അസാൻമാർഗികമായിട്ടുള്ള നടപടിയും ഒരു സംവിധാനത്തിന്റെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭക്തജനങ്ങളെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസികളെ മുഴുവൻ ബാധിക്കുക, അല്ല അവരെ എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ശബരിമലയിലെ ഈ സ്വർണ്ണ കവർച്ച. അതും ഇതായിട്ട് നമുക്ക് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. മറ്റൊരു വ്യക്തിയുടെ അതാണ് വ്യക്തി ചെയ്ത ചില അധാർമികമായ പ്രവൃത്തി. അതിന് സർക്കാരാണല്ലോ അതും ചെയ്യേണ്ടത്. അതും ശിക്ഷിക്കപ്പെടേണ്ടത്. ഒരിക്കലും ഇങ്ങനെ ഡിലേ വരുത്താൻ പാടില്ല. അതും ഈ സർക്കാരാണ് ചെയ്യേണ്ടത്. അത് എത്ര വലിയ ആളുകൾ ജയിലിൽ പോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ കുറ്റം ചെയ്ത് എത്ര ആളുകൾ ജയിലിലടച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളേനെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കണമെന്ന് നമുക്കറിയില്ല. അത് കോൺഗ്രസ് ആ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അതും ഇതും കൂടി നമ്മൾ താരതമ്യം ചെയ്യാൻ കഴിയും. എന്തായാലും ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ, രാഷ്ട്രീയത്തിന് അതീതമായി കൃഷ്ണനെ പോലുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് രാഷ്ട്രീയമെല്ലാം മാറി അവര് ചർച്ച ചെയ്യുന്ന ത്രിതല പഞ്ചായത്തിന്റെ ഒരു വീക്ഷണം തന്നെ അങ്ങനെയാണ്. ആ നിലയ്ക്ക് താങ്കൾ ഒരുപാട് കാലം സമ്മതനായിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, നായകനായിരുന്നു. കോൺഗ്രസിൻ്റെതായ നേതൃത്വത്തിൽ താങ്കളുണ്ട്. എന്നും ജനങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. നമ്മുടെ സമ്മതിദായകർക്ക് എന്താണ്, അല്ലെങ്കിൽ അവരോട് എന്താണ് കൃഷ്ണേട്ടൻ പറയാനുള്ളത്? എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട്, വോട്ടർമാരോട് മാത്രമല്ല, ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, പഞ്ചായത്ത് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു ജീവൽസ്പർശമായിട്ടുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ്. അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാനും ആളുകളെ കാണാനും കഴിവുള്ള ആളുകളാണ് അവിടെ അധികാരത്തിൽ വരേണ്ടത്. എന്നെ വിജയിച്ച് ചേലക്കര പഞ്ചായത്തിൽ UDFന്റെ ഒരു ഭരണം തിരിച്ചു വരികയാണെങ്കിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ജനങ്ങളുടെ എല്ലാ മനസ്സും അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ കഴിവ് ഒരു ഭരണ സംവിധാനം എന്ന രീതിയിൽ ഭരണ സംവിധാനത്തിൻ്റെ കിട്ടുന്ന ആ സ്രോതസ്സുകളും അതിൻ്റെ ഉപയോഗപ്പെടുത്തി തീർച്ചയായും അവരുടെ ഒരു ക്ഷേമം, ഐശ്വര്യവും അതുതന്നെയാണ് എൻ്റെ ചിന്ത. പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ, അവർക്ക് എന്നും ഒരു മറ്റുള്ളവരെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ അവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവരുടെ മനസ്സിൽ നിന്ന് അത് മാറ്റി ഞങ്ങൾക്കൊരു അത്താണിയുണ്ട് എന്ന് തോന്നണം. ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ പരിഹരിക്കാനുള്ള ഒരു കേന്ദ്രമുണ്ട്, ഒരു അഭയസ്ഥാനമുണ്ട് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളിൽ എത്തിക്കുക. തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസമാണ് എല്ലാ വോട്ടർമാരും. കാരണം പാർട്ടിക്ക് അതീതമായിക്കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്നുള്ള ആ ഒരു വാഗ്ദാനമാണ് ജനങ്ങൾ നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം. തീർച്ചയായും അത് ഒരു വിജയത്തിലേക്ക് എത്തട്ടെ. എല്ലാവിധ വിജയാശംസകളും. കോഫി വിത്ത് കാൻഡിഡേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം കോഫി വിത്ത് കാൻഡിഡേറ്റ് ആയിട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.